ഓം ശാന്തി 19/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളായിരിക്കുകയാണ്. നിങ്ങളിൽ ഒരു ആസുരീയ ഗുണവും ഉണ്ടായിരിക്കരുത്. തൻ്റെ ഉന്നതി ചെയ്യണം, തെറ്റൊന്നും ചെയ്യരുത്. ബാബ വന്ന് നമ്മൾ കുട്ടികളെയെല്ലാം ദത്തെടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ ഈശ്വരീയ കുട്ടികളായിരിക്കുന്നു, ഈശ്വരൻ്റെ പാലന എടുക്കുന്ന കുട്ടികളായിരിക്കുന്നു. ഇതിനാൽ നമ്മൾ കുട്ടികളിൽ ഒരു ആസുരീയ ഗുണങ്ങളും ഉണ്ടായിരിക്കരുത്. കാരണം ഈശ്വരൻ്റെ പാലന എടുക്കുന്നവരിൽ ആസുരീയ ഗുണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റാണ്. അത് ഡിസർവീസും ആകുന്നു. ഇതിനാൽ ബാബ പറയുന്നു, തൻ്റെ ഉന്നതിയിൽ ശ്രദ്ധ കൊടുക്കണം. അതായത് തന്നിൽ ഒരു വികാരങ്ങളും ഉണ്ടായിരിക്കരുത്, ആസുരീയ അവഗുണങ്ങളും ഉണ്ടായിരിക്കരുത്. നമ്മളിൽ നിന്ന് തെറ്റൊന്നും സംഭവിക്കരുത്. അത് കണ്ട് മറ്റുള്ളവർക്ക് ഈശ്വരനിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകരുത്. ചോദ്യം: താങ്കൾ സംഗമയുഗി ബ്രാഹ്മണ കുട്ടികളിൽ ഏത് നിശ്ചയവും ലഹരിയും ഉണ്ട്? ഉത്തരം: നമ്മൾ കുട്ടികൾക്ക് നിശ്ചയവും ലഹരിയുമുണ്ട്. നമ്മൾ ഇപ്പോൾ ഈശ്വരീയ സമ്പ്രദായത്തിലേത് ആണ്. നമ്മൾ സ്വർഗവാസിയായ വിശ്വ അധികാരികൾ ആകുകയാണ്. സംഗമത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ആകുന്നു. ആസുരീയ സന്താനങ്ങളിൽ നിന്ന് ഈശ്വരീയ സന്താനമായി 21 ജന്മത്തേക്ക് സ്വർഗവാസി ആകുന്നു. ഇതിലും ഭാരിച്ചതായി മറ്റൊന്നും തന്നെ ഇല്ല. ലോകത്തിലുള്ള ആത്മാക്കളെല്ലാം അവരവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിലവിളിച്ചും കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ വഴിയിൽ മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് നമ്മൾ കുട്ടികളെ മാത്രമാണ് ബാബ ദത്തെടുത്തിരിക്കുന്നത്, നമ്മളെ ഈശ്വരീയ സമ്പ്രദായത്തിലേത് ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഉയർന്ന ലക്ഷ്യമുണ്ട്. അതാണ് സ്വർഗത്തിലെ നിവാസികളായ വിശ്വ അധികാരികളാകുന്നു. ഈ സംഗമയുഗത്തിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് നരകവാസിയിൽ നിന്ന് സ്വർഗവാസിയാകുന്നു, അല്ലെങ്കിൽ ആസുരീയ സന്താനങ്ങളിൽ നിന്ന് ഈശ്വരീയ സന്താനങ്ങളാകുന്നു. ഇങ്ങനെ ഈശ്വരീയ സന്താനമായിട്ടാണ് വരാൻ പോകുന്ന 21 ജന്മങ്ങളിലേക്ക് സ്വർഗവാസി ആകുന്നത്. ഇതിലും ഭാരിച്ചതായി മറ്റൊന്നുമില്ല. ഇത്രയും ഉയർന്നതായി മറ്റൊരു കാര്യവുമില്ല. സാധാരണ മനുഷ്യരെ നാരായണന് സമാനമാക്കുക എന്നത് വളരെ വളരെ ഉയർന്ന കാര്യമാണ്. ആർക്കാണ് ഇങ്ങനെ നാരായണനാകാൻ സാധിക്കുന്നത്? ആർക്കാണോ ഈ ഒരു ലക്ഷ്യത്തിലെത്തണം എന്ന ആഗ്രഹമുള്ളത്, ആ ആഗ്രഹം ബാബയോട് പറഞ്ഞ് ബാബയിൽ നിന്ന് എന്ത് ശ്രീമത്ത് ലഭിക്കുന്നുവോ ആ ശ്രീമത്ത് ആരാണോ ഫോളോ ചെയ്യുന്നത് അവർക്കാണ് ഇങ്ങനെ സ്വർഗവാസിയും നാരായണനും ആകാൻ സാധിക്കുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഓർമ്മയുടെ ബലത്തിലൂടെ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ഒരു ചഞ്ചലതയും ഇല്ലാത്ത രീതിയിൽ വശപ്പെടുത്തണം. സമയം വളരെ കുറവാണ്. ഇതിനാൽ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് മായാജീത്ത് ആകണം. 2. ബാബ നൽകുന്ന ജ്ഞാനം അന്തർമുഖിയായി ധാരണ ചെയ്യണം. ഒരിക്കലും പരസ്പരം ഉപ്പുവെള്ളമാകരുത്. ബാബയ്ക്ക് തൻ്റെ സുഖവിവരത്തിൻ്റെ വാർത്ത തീർച്ചയായും നൽകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ തൻ്റെ അധികാരത്തിൽ നിർത്തണം. ഒരിക്കലും ഒരു കർമ്മേന്ദ്രിയത്തിലും ചാപല്യം കാണരുത്. ഇപ്പോൾ ഈ സൃഷ്ടി നാടകത്തിലെയും നമ്മുടെ സ്വന്തവും സമയം വളരെ കുറവാണ്. ഇതിനാൽ ലഭിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. മായയെ ജയിച്ച് ജഗത് ജീത്തുമാകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
ബാബ എന്ത് ജ്ഞാനമാണോ നമുക്ക് തരുന്നത് അത് അന്തർമുഖിയായി ധാരണ ചെയ്യണം. എത്ര നാം അന്തർമുഖിയാകുന്നുവോ ജ്ഞാനം നമുക്കായി നാം പ്രയോഗിക്കും. ജ്ഞാനം മനസ്സിലാക്കുക എന്നത് മനന ചിന്തനത്തിലൂടെ നടക്കുന്നു. മനസ്സിലാക്കിയ കാര്യം അന്തർമുഖിയായിരിക്കുമ്പോഴാണ് അവനവൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കണം എന്ന തോന്നൽ ഉണ്ടാകുന്നത്. അതിനാൽ അന്തർമുഖിയായി ഈ ജ്ഞാനം ജീവിതത്തിൽ ധാരണ ചെയ്യണം. ശ്രദ്ധിക്കണം, നമ്മൾ ആരുമായും ഒരു പിണക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഉരസലിലോ വരരുത്. അങ്ങനെ പിണക്കത്തിൽ വരികയാണെങ്കിൽ അതിന് വലിയ ഒരു വില നാം കൊടുക്കേണ്ടി വരും. അത് വലിയ ഒരു കർമ്മ അക്കൗണ്ടായി അടുത്ത കൽപ്പത്തിലെ ഏതെങ്കിലും ജന്മത്തിൽ നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായി നാം ഇപ്പോഴേ തന്നെ ശ്രദ്ധിക്കണം. ആരുമായും ഒരു ഉരസലിൽ വരരുത്. ബാബയ്ക്ക് തൻ്റെ എല്ലാ സുഖവിവരവും നൽകണം. പുരുഷാർത്ഥം എങ്ങനെ നടക്കുന്നു, ജീവിതത്തിൽ എന്ത് നടക്കുന്നു, ഏത് ലക്ഷ്യം വരെ എത്തണം, എല്ലാ വാർത്തയും ബാബയ്ക്ക് മുറയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കണം. വരദാനം: മംഗളകാരി വൃത്തിയിലൂടെ സേവനം ചെയ്യുന്ന സർവാത്മാക്കളുടെയും ആശീർവാദത്തിന് അധികാരിയായി ഭവിക്കട്ടെ. മംഗളകാരി വൃത്തിയിലൂടെ സേവനം ചെയ്യുക. ഇത് സർവാത്മാക്കളുടെയും ആശീർവാദം പ്രാപ്തമാക്കുന്നതിനുള്ള മാർഗമാണ്. എപ്പോഴാണോ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ വിശ്വമംഗളകാരിയാണ് എന്ന്, അപ്പോൾ അമംഗളത്തിൻ്റെ ഒരു കർത്തവ്യവും ഉണ്ടാകുക സാധ്യമല്ല. ഏതുപോലെ കാര്യമുണ്ടാകുന്നു അതുപോലെ തൻ്റെ ധാരണകളും ഉണ്ടാകുന്നു. നമ്മുടെ കാര്യം അല്ലെങ്കിൽ കർത്തവ്യം ഓർമ്മയുണ്ടെങ്കിൽ സദാ ദയാഹൃദയരും സദാ മഹാദാനിയുമായിരിക്കും. ഓരോ കാൽവയ്പിലും മംഗളകാരി വൃത്തിയോടെ മുന്നോട്ടു പോകും. ഞാൻ എന്ന ഭാവം വരില്ല, നിമിത്തവും ആണെന്ന് ഓർമ്മിക്കും. ഇങ്ങനെയുള്ള സേവാധാരിയുടെ സേവനത്തിന് റിട്ടേണായി സർവാത്മാക്കളുടെയും ആശീർവാദത്തിൻ്റെ അധികാരം പ്രാപ്തമാകുന്നു. ബാബയുടെ കർത്തവ്യമാണ് വിശ്വമംഗളം. നമ്മൾ കുട്ടികളുടെയും കർത്തവ്യം വിശ്വമംഗളം തന്നെയാണ്. എപ്പോഴാണോ താൻ വിശ്വമംഗളകാരിയാണ് എന്നത് ഓർമ്മ നിൽക്കുന്നത് അപ്പോൾ അമംഗളത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടാകില്ല. എങ്ങനെയാണോ നമ്മുടെ കാര്യം, ഉത്തരവാദിത്വം, അതിനനുസരിച്ചാണ് ധാരണകൾ വരുന്നത്. ഈ വിശ്വമംഗളത്തിൻ്റെ കാര്യം നമ്മുടേതാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ സദാ ദയാഹൃദയരാകും, സദാ മഹാദാനിയുമാകും. ഇങ്ങനെയുള്ള മംഗളകാരി മനോഭാവമുണ്ടെങ്കിൽ ഒരിക്കലും ഞാനെന്ന ഭാവം വരില്ല, നിമിത്തമാണ് എന്നത് ഓർമ്മ നിൽക്കും. ഇങ്ങനെയുള്ള സേവാധാരികളുടെ സേവനത്തിന് റിട്ടേണായി സർവാത്മാക്കളിൽ നിന്നും ആശീർവാദത്തിൻ്റെ അധികാരം പ്രാപ്തമാകുന്നു. സ്ലോഗൻ: സാധനങ്ങളുടെ ആകർഷണം സാധനയെ ഖണ്ഡിതമാക്കുന്നു. സാധന എന്നാൽ ആധ്യാത്മിക ഉന്നതിക്കായി നാം ചെയ്യുന്ന പരിശ്രമമാണ്. ഇങ്ങനെ ആത്മീയ ഉന്നതിക്കായി നാം പരിശ്രമം ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു ഫലമായി സാധനങ്ങൾ നമ്മളുടെ അടുക്കൽ എത്തിച്ചേരുന്നു. എന്നാൽ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നാം പെട്ടുപോവുകയാണെങ്കിൽ, ആ ഉപയോഗത്തിൻ്റെ രസത്തിൽ നാം ആകർഷിതരാകുകയാണെങ്കിൽ നമ്മുടെ സാധന ഖണ്ഡിതമായി പോകും. അതിനാൽ സാധനങ്ങൾ ഉപയോഗിക്കണ്ട എന്നല്ല, തീർച്ചയായും ഉപയോഗിക്കാം. എന്നാൽ അതിനോട് ആകർഷണമുണ്ടെങ്കിൽ അത് സാധനയെ ഖണ്ഡിതമാക്കുന്നു. ഓം ശാന്തി.